ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഒരു ബേക്ക്ഡ് പൊട്ടാറ്റോ റെസിപ്പി ആട്ടോ ചെയ്യുന്നത്. തുർക്കിഷ് പൊട്ടാറ്റോ അപ്പല്ലേ, അതാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ഓവനിലും ചെയ്യാം, ഓവൻ ഇല്ലാതെ നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ടർക്കിഷ് പൊട്ടാറ്റോ, നമ്മൾ ബേക്ക്ഡ് പൊട്ടാറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 ഉരുളക്കിഴങ്ങ് എടുത്ത് കുറച്ച് വലുപ്പമുള്ള ഈ ഒരു ടൈപ്പിലുള്ള ഉരുളക്കിഴങ്ങ് എടുക്കാൻ ശ്രമിക്കണേ ഇത് ഉണ്ടാക്കാൻ. പിന്നെ അതേപോലെ നമ്മൾ നല്ല ബ്രൗണ് കളർ, നല്ലൊരു കളറുള്ള പൊട്ടാറ്റോ ഉണ്ടാവില്ലേ, അതാണ് കുറച്ചുകൂടി ഇതിലേക്കും നല്ലത് കേട്ടോ. എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഏതും പറ്റും, പക്ഷെ അത് കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഇത് ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഇത് 4 ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണേ. എല്ലാ ഭാഗത്തും ഫോർക്ക് വെച്ചിട്ട് കുത്തിയെടുത്തുണ്ട്. നല്ലോണം കഴുകി തുടച്ചെടുത്താട്ടോ ഞാൻ. അതോ തീരെ വെള്ളം ഉണ്ടാകാൻ പാടില്ലേ. ഞാൻ ഇതിലേക്കില്ലേ കുറച്ച് ഒലീവ് ഓയിൽ പുരട്ടി കൊടുക്കുകയാണ് നന്നായിട്ട് 4ൻ്റെ മേലേക്കും. ഇത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും തേക്കാം, ഞാനിപ്പോൾ ഒലീവ് ഓയിൽ എടുത്തു തന്നേ ഉള്ളൂ. ഓക്കെ, ഇത് 2 എണ്ണം നമ്മൾ ഓവനിലുമാണ് ചെയ്യുന്നത്, 2 എണ്ണം ഓവൻ ഇല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ 2ഉം നമുക്ക് ചൂസ് ചെയ്യാം ഇഷ്ടമുള്ള. ഓക്കെ, 4 പൊട്ടാറ്റോൻ്റെ മേലെ ഒലീവ് പുരട്ടി കൊടുത്ത് നന്നായിട്ട് ഇനി ഉപ്പ് ഓരോന്നിൻ്റെ മേലെ ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുകയാണേ. പിന്നെ നമ്മൾ ഉപ്പൊന്നും ചേർക്കൂല, ആ പുറക്കൊണ്ട് കുത്തിയോണ്ട് ഉപ്പാണ് ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ എത്തിക്കോളൂ. ഒരു കുക്കർ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിനെ. കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് ഇതാ അടിയിൽ ഉപ്പ്, ഞാൻ പൊടിപ്പാട്ടെ കല്ലുപ്പിട്ട ഏത് ഉപ്പായാലും കുഴപ്പമില്ല, അടിയിൽ ഞാൻ കുറച്ച് ഉപ്പ് നിരത്തി കൊടുത്ത് അതിൻ്റെ മേലെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഞാനൊരു ചെറിയ നമ്മളെ പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കുന്ന തട്ടില്ലേ അത് വെച്ച് കൊടുത്തുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചായിരുന്നേ. ഇനി ഇതാ ഞാനൊരു ചെറിയ മൂടി, അലൂമിനിയത്തിൻ്റെ ഈ കുക്കറിൽ കൊള്ളാൻ പറ്റിയ, ഇത് ഡയറക്റ്റ് ഉപ്പിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2 എണ്ണം ഞാൻ ഈ മൂടിയിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഈ കുക്കറിലേക്ക് വെച്ച് കൊടുക്കുകയാണേ, ഈ സ്റ്റാൻഡുമ്മലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഞാൻ കുക്കർ അടിച്ചു വെച്ചിട്ട് 1 മണിക്കൂർ ചെറിയ നല്ല ചെറിയല്ല, മീഡിയം ടു ലോ ഫ്ലെയിമിൽ 1 മണിക്കൂർ വെക്കുകയാണേ. അത് 1 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മളെ പൊട്ടാറ്റോ നല്ല കറക്റ്റായിട്ട് ബേക്കായി വരും. ഓക്കെ, അതുപോലെ തന്നെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് ചെറിയ, അതിലേക്ക് വേറെ 2 എണ്ണം വെച്ചിട്ട് ഞാൻ ഓവനിൽ വെക്കാൻ പോവുകയാണേ. ഓവനിൽ 200 ഡിഗ്രിയിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓവനാണ് ഉപയോഗിക്കുന്നത്. OTG ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് 190 ഡിഗ്രിയിലൊക്കെ ആവും, അതതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇതാ പ്രീ ഹീറ്റ് ആയി കിടക്കുന്ന ഓവനിലേക്ക് ഞാൻ വെക്കുക കേട്ടോ. ഇനി അതും അവിടുന്ന് 200 ഡിഗ്രിയിൽ 1 മണിക്കൂർ ആവട്ടെ. ഇനി നമ്മൾ അത് അവിടുന്ന് വേവുന്ന സമയമാകുമ്പോൾ, ബേക്കാകുന്ന സമയത്ത് നമുക്കൊരു സാലഡ് ഉണ്ടാക്കി ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നിങ്ങളെ കയ്യിൽ ഏത് വെജിറ്റബിളാണ്, ഏത് പച്ചക്കറിയാണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യട്ടോ. ഇനി അതുകൊണ്ട് പയറ്, വൻപയർ, ഗ്രീൻ പീസ് ഇതൊക്കെ വേവിച്ച് ഇതിൽ മിക്സ് ചെയ്യട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് എല്ലാ കളറും ഒരു 1/4 കപ്പ് വീതം ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ കക്കിരില്ലേ കുക്കുംബർ അതൊന്നുണ്ട്, 1 ക്യാരറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് കോണ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഒലീവ്, ഗ്രീന് ആണ്, പച്ച ഒലീവ് ഞാൻ മുറിച്ചിട്ടതാണ്, അതുണ്ട്. നിങ്ങൾക്ക് ഇതല്ലാതെ കേബേജോ ഉള്ളിയോ തക്കാളിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. ഇത് ഞാനൊരു ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ഇടാൻ പോവുകയാണേ. എന്താ നമ്മുടെ പച്ചക്കറി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇത്തിരി കുരുമുളക്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടും കേട്ടോ. ഞാനിപ്പോൾ ഒരു ടീസ്പൂണിലധികം ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ച് മയണൈസ് ചേർത്ത് കൊടുക്കുകയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് മയണൈസ് ഇല്ലേ, ഗാർലിക് പേസ്റ്റോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇതിനൊരു ക്രീം പോലായി വരാൻ വേണ്ടിയിട്ട്, നല്ലൊരു ടേസ്റ്റും കിട്ടുമല്ലോ കഴിക്കുമ്പോൾ, അതിന് വേണ്ടിയിട്ടാണ്. ആരായിട്ട് ഇവിടെ റെഡി ആട്ടോ. ഇത് മയണൈസ് ഉപയോഗിക്കുമ്പോൾ ആദ്യം ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണേ, മയണൈസിൽ ഉപ്പുള്ളതാണ്. പിന്നെ എരിവും ഈ മയണൈസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉപ്പിലിട്ട വല്ലതും ഉണ്ടെങ്കിലും, മുളക് ഉപ്പിലിട്ടത് അതേപോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് ഞാനിതാ ഒരു 1/2 കപ്പ് ബട്ടറാണ്, അതൊരു സോസ് പാനിൽ, ഒരു ഫ്രൈ പാനിലിട്ടിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ട് മെൽറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാറിപ്പോകും.
1.5 ടീസ്പൂണ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത വെളുത്തുള്ളി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പൊട്ടാറ്റോ അല്ലേ, അപ്പോൾ വെളുത്തുള്ളി നല്ലതാണ്. ഇനി ഞാനില്ലേ ഇതിപ്പോൾ 1/2 കപ്പാണല്ലോ ഉള്ളൂ, ഇതിൻ്റെ പകുതി ഒരു 1/4 കപ്പ് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണേ. ഈ വെളുത്തുള്ളിയോടെ കൂടെ തന്നെ കേട്ടോ. ഞാൻ പകുതി ഒരു ബൗളിലേക്ക് മാറ്റിയല്ലോ. ഇനി ബാക്കിയിലേക്ക് ഞാൻ ഇത്തിരി സ്പൈസി ആക്കുകയാണ്. അതാണ് ഞാൻ പകുതി മാറ്റിയത്. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൊടിയാണ്, മുളക് പൊടി, അത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നല്ലൊരു കളറും ഉണ്ടാവും, നല്ല എരിവും ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇത് മാറ്റി വെക്കട്ടെ. ഫ്രൈന് ഓഫ് ചെയ്തിട്ടോ. ഇത് നമുക്ക് ആയി ഉണ്ടോ നോക്കാൻ ജസ്റ്റ് ഒരു കത്തി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തത് നല്ല സ്മൂത്തായിട്ട് ഉള്ളോട്ട് പോകുന്നെങ്കിൽ ആയി എന്നാട്ടോ അർത്ഥം. ഓക്കെ, ഇനി മറ്റേതുകൂടി ഞാൻ എടുക്കട്ടെ. നമ്മളെ കുക്കറിലുള്ളൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതും ഞാൻ പുറത്തേക്ക് എടുത്തേക്കട്ടെ. ഒന്ന് സെൻറ്ററിന്ന് കട്ട് ചെയ്യാം. മേൽഭാഗം 2 എണ്ണം എടുത്തിട്ട് ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള നമ്മളത് ഇങ്ങനെ 2 ഭാഗത്തുനിന്നും ഇങ്ങോട്ടേക്ക് എടുക്കുകയാണേ. ജസ്റ്റ് സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് 2 ഭാഗത്തുനിന്നും. ഓക്കെ, ഇതാ കണ്ടോ, ഞാൻ 2ന്നും പൊട്ടാറ്റോൻ്റെ ഉള്ളിൽ നമ്മൾ സ്മാഷ് പൊട്ടാറ്റോ ഒക്കെ ആക്കും പോലെ അങ്ങോട്ടേക്ക് 2 ഭാഗത്തുനിന്നും എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വീതം നമ്മുടെ മോസറല്ല ചീസ് ഈ ചൂടോടെ ഇതിലിട്ടുകയാണേ. ഇതിലും 1 ടേബിൾ സ്പൂൺ ഇട്ട് ഇത് എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ ചൂട് തന്നെ നമ്മൾ മോസറല്ല ചീസ് അവിടെ നിന്ന് ഉരുകും. ഇനി അതുപോലെ തന്നെ ഞാൻ ഒന്നിൽ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറില്ലേ, ഒന്നിൽ നമ്മൾ മുളക് ഇടാത്ത ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ബട്ടറും 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചത്. ബട്ടറും വെളുത്തുള്ളിയും നമ്മൾ മുളക് പൊടി ഇട്ട ബട്ടറും കണ്ട നല്ലൊരു കളറും ആയിരിക്കും. 2 ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമ്മൾ മുളക് ഇടാത്ത ഇത്തിരിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡർ കുരുമുളക് കൂടി ഇടണമെങ്കിൽ ചേർക്കട്ടോ. ബട്ടറും പൊട്ടാറ്റോവും നമ്മളെ ചീസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ സാലഡ് ഉണ്ടാക്കി വെച്ചില്ലേ, അത് ഇതിലേക്ക് 2ലും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേലേക്ക് ആവശ്യാനുസരണം കേട്ടോ, അവനാൻ എത്ര വേണോ അത്രയും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേലെ ഇത്തിരി ചീസ് ഇട്ട് കൊടുക്കുക, മോസറല്ല ചീസ്. ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ ഉള്ളതുകൊണ്ട് ഇടുകയാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 2ലും ചീസ് ഇട്ടുണ്ട്. ഈ ചീസ് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ മുമ്പ് ചെയ്തിരുന്നൊരു വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ 1 ടേബിൾ സ്പൂൺ കൂടി നമ്മൾ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഇത്തിരി മല്ലിയിലയുണ്ട്, കുറച്ച് സ്പ്രിംഗ് ഒനിയനും ഉള്ളിത്തണ്ടില്ല അതിൻ്റെ ആ ഗ്രീൻ പോർഷൻ അതുണ്ട്. മല്ലിയില മാത്രമായാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേക്ക്ഡ് പൊട്ടാറ്റോ ഇവിടെ റെഡിയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ചീസ് ഇപ്പോൾ ബട്ടറൊക്കെ ചൂടുള്ളതുകൊണ്ട് അതങ്ങനെ തന്നെ കഴിക്കാം. വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് ഓവനിലോ ഫ്രൈ പാനിലോ ഒന്ന് അടിച്ച് വെക്കുകയോ ചെയ്താൽ ചീസ് ഒന്നുകൂടി നന്നായിട്ട് ഉരുകി വരും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കുക, ചൂടോടെ കഴിക്കുന്ന അതിൻ്റെ ടേസ്റ്റ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എരിവിന് വേണേൽ മേലെ ചില്ലി ഫ്ലേക്സോ ഒറിഗാനോ ഉള്ളവർക്ക് ഒറിഗാനോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നല്ല എളുപ്പമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓവൻ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് ആരും ചെയ്യാതിരിക്കേണ്ട, 2 രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, താങ്ക് യു.